മത്സ്യ വിൽപ്പനക്കാരൻ, പച്ചക്കറി വിൽപ്പനക്കാരൻ, ഓട്ടോറിക്ഷ തൊഴിലാളി, വിദ്യാർത്ഥികൾ, അടുത്ത് കല്യാണം കഴിക്കാൻ വേണ്ടി പോകുന്ന നവവരൻ അടക്കമുള്ളവരാണ് പത്തനംതിട്ടയിൽ കായിക താരമായ പെൺകുട്ടിയെ പീഡിപ്പിച്ചത്. അവരിപ്പോൾ അറസ്റ്റിലാണ്. യഥാർത്ഥത്തിൽ ഇവിടെ നമ്മുടെ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുമ്പം 13 വയസ്സുകാരിയായ പെൺകുട്ടി നിരവധി കാലമായി 62 പേർ അവരെ പീഡിപ്പിച്ചു എന്നല്ല പറയുന്നത്. അവിടെ ദളിത് പെൺകുട്ടി പീഡനത്തിനിരയായി എന്നാണ്. യഥാർത്ഥത്തിൽ ഇവിടെ ഈ ഒരു ജാതിയുടെ ഫാക്ടറി പീഡനത്തിന് കാരണമായിട്ട് തീർന്നിട്ടുണ്ടാകുമോ? ഈ പീഡിപ്പിക്കുന്നവരൊക്കെ ഈ പെൺകുട്ടി ഒരു ദളിത് പെൺകുട്ടിയാണ് എന്ന് മനസ്സിലാക്കിയിട്ടായിരിക്കുമോ ഇത്രയും പീഡനം നടത്തിയിട്ടുണ്ടാവുക? ഇതാണ് ഒന്നാമത്തെ ഉയരുന്നൊരു പ്രധാനപ്പെട്ടൊരു ചോദ്യം. രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, ഇത് ഉത്തരേന്ത്യയിലാണ് ഈ സംഭവം നടന്നിരുന്നതെങ്കിൽ ഇവിടെയുള്ള സാംസ്കാരിക പ്രവർത്തകരും യുവജന സംഘടനയിലെ വിപ്ലവ പോരാളികളൊക്കെ വലിയ വീരവാദമൊക്കെയായി മുമ്പോട്ട് വരികയായിരുന്നു, വലിയ സമരങ്ങളൊക്കെ നടത്തുമായിരുന്നു, ക്യാൻഡിൽ ലൈറ്റ് സമരങ്ങളൊക്കെ. ഇപ്പോൾ ഇവിടെ ഇതൊന്നും കാണുന്നില്ലല്ലോ. ശരിയാണ്. കാര്യം ഉത്തർപ്രദേശിൽ എന്തെങ്കിലും ഒന്ന് സംഭവിക്കുമ്പോഴേക്കും ഇവിടെ വലിയ സമരങ്ങൾ നടക്കുന്ന, വലിയ ഐക്യദാർഢ്യ സദസ്സുകൾ സംഘടിപ്പിക്കുന്ന, രാത്രി സന്ധ്യയും രാത്രിയും അടുക്കുന്ന സമയങ്ങളിൽ മാനാഞ്ചിറയിലും അതുപോലെ തന്നെ കൊച്ചിയിലെ ഫോർട്ട് കൊച്ചി മേഖലകളിലും തിരുവനന്തപുരത്ത് മാനവീയം വീതിയിലുമൊക്കെ സാംസ്കാരിക നായകർ ചേർന്നുകൊണ്ട് ഒരുപാട് ഐക്യദാർഢ്യ സദസ്സുകളൊക്കെ സംഘടിപ്പിക്കുമായിരുന്നു. പക്ഷേ കേരളത്തിൽ കുറേ കാലങ്ങളായി നടക്കുന്ന തോന്നിവാസങ്ങൾക്കൊന്നും ഇവർക്ക് മിണ്ടാട്ടമില്ല എന്ന് മാത്രമല്ല, എം മുകുന്ദനെ പോലുള്ളൊരു മഹാനായ എഴുത്തുകാരൻ, മഹാരഥനായിട്ടുള്ള എഴുത്തുകാരൻ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കുറേ പുസ്തകങ്ങൾ എഴുതിയിട്ട്, എനിക്കെന്ന് മാത്രമല്ല എല്ലാ ആളുകൾക്കും ഒരുപാട് ഇഷ്ടപ്പെട്ട പുസ്തകങ്ങൾ എഴുതിയ ഏറ്റവും ഒടുങ്ങിയ ഈ കുട നന്നാക്കുന്ന ജോയിയൊക്കെ തീരെ നിലവാരമില്ലാത്തതാണെന്നുള്ള വിമർശനങ്ങളും വരുന്നുണ്ട്. ഓക്കെ, അത് പിന്നെ അദ്ദേഹം പ്രായമായി വരികയാണല്ലോ. എല്ലാ സമയത്തും ഒരുപോലെ എഴുതാനും കഴിയില്ല. പക്ഷേ മയ്യഴിപ്പുഴയുടെ കഥാകാരൻ എന്നൊക്കെ പറയുന്ന അദ്ദേഹം പോലും പറഞ്ഞത് ഈ എഴുത്തുകാരൊക്കെ സർക്കാരിനൊപ്പം നിൽക്കണം എന്നാണ് കഴിഞ്ഞൊരു അവാർഡ് വാങ്ങിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞത്. എന്താണ് ഇദ്ദേഹത്തിനൊക്കെ പറ്റിയത് എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാനത് സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇവിടെ ആലോചിക്കണം, 5 വർഷമായി ഒരു പെൺകുട്ടിയെ 64 പേർ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുക. 64 പേർ പീഡിപ്പിച്ചു. അത് 64 നിന്നത് ഇപ്പോൾ ഇത് കണ്ടെത്തിയത് കൊണ്ട്. ഇല്ലെങ്കിൽ അതിൽ കൂടുതലാകുമായിരുന്നു. യഥാർത്ഥത്തിൽ ഗതികേടിനെ ചൂഷണം ചെയ്യുക എന്നാണ് ഇവിടെ സംഭവിച്ചത്. ആളുകളൊക്കെ ചോദിക്കും, ഈ 1-2 പീഡനം കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഗതികേടിനെ ചൂഷണം ചെയ്യുക. അതെ, ഗതികേടിനെ ചൂഷണം ചെയ്യുക. അതായത് 1-2 പേർ, അതിലേക്ക് ഞാൻ വരാം. 1-2 പേർ പീഡിപ്പിച്ച് കഴിഞ്ഞാൽ ആളുകൾ ചോദിക്കും, അത് രണ്ടാമത്തെ പീഡനം കഴിഞ്ഞപ്പോൾ അത് പീഡനം ആരെന്ന് മനസ്സിലായില്ലേ എന്ന് ചോദിക്കും. ഇപ്പോൾ ഒരു സെലിബ്രിറ്റിയായ നടിയോ സിനിമാ നടിയോ മറ്റുള്ള ആളുകൾക്കൊക്കെ ആണെങ്കിൽ അവർക്കത് പറയാൻ സ്പേസുകളുണ്ട്, എപ്പോഴും വേണമെങ്കിലും അത് തുറന്നു പറയാം. പക്ഷേ ഞാൻ ചോദിക്കട്ടെ, ഒരു പെൺകുട്ടി, ഒരു 13 വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുട്ടിയെ ആ വയസ്സ് മുതൽ പരിചയപ്പെട്ട ഒരു കാമുകൻ, സുബിൻ എന്ന് പറയുന്ന ഒരു കാമുകൻ ആണ് ഈ കുട്ടിക്ക് ആദ്യമായിട്ട് നഗ്നദൃശ്യങ്ങൾ അയച്ചു കൊടുക്കുന്നത്. നഗ്നദൃശ്യങ്ങൾ അയച്ചു കൊടുത്തിട്ട് അത് കണ്ട് അതിനുശേഷം ഈ കുട്ടിയെ വിളിച്ച് പ്രലോഭിപ്പിച്ച് തൊട്ടടുത്തൊരു സ്ഥലത്ത് കൊണ്ടുപോയി അവിടെ വെച്ച് ലൈംഗിക ബന്ധത്തിലേർപ്പെട്ട് ആ ദൃശ്യങ്ങൾ പകർത്തി ആ ദൃശ്യം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് ഇത് കണ്ടിട്ടുള്ള ആളുകളെല്ലാം തന്നെ ഈ കുട്ടിയെ ഒന്ന് കിട്ടിയാൽ കൊള്ളാമെന്നുള്ള വൃത്തികെട്ട ചിന്താഗതിയോടുകൂടി സമീപിക്കുകയാണ്. ആരെ? ഈ കുട്ടിയെ സമീപിക്കുകയാണ്, ചൂഷണം ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടി സമീപിക്കുകയാണ്. അങ്ങനെ ഈ നഗ്നദൃശ്യങ്ങൾ പലരും വാങ്ങിയിട്ട് ഈ കുട്ടിക്ക് തന്നെ കാണിച്ചു കൊടുക്കുകയും ഇത് പരസ്യപ്പെടുത്തും, വന്നില്ലെങ്കിൽ എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി കൊണ്ടുപോയി പീഡിപ്പിക്കുക. 3-4 ആളുകൾ ചേർന്നുകൊണ്ട് ഒരു സംഘത്തെ പോലെ പ്രവർത്തിച്ച് റബ്ബർ തോട്ടത്തിൽ കൊണ്ടുപോയി ബലാത്സംഗത്തിന് തുല്യമായ രീതിയിലേക്ക്, ബലാത്സംഗം തന്നെയാണത്, റാപ്പ് എന്ന് നമുക്ക് പറയാം. കാരണം ഒരാളെ മാനസികമായും പീഡനം നടന്നതാണ് പുതിയ ഒടുവിൽ കിട്ടുന്ന റിപ്പോർട്ട് എന്ന് പറയുന്നത്. അതെ, ഈ മാനസികമായി സമ്മർദ്ദത്തിൽപ്പെടുത്തുകയാണല്ലോ, മാനസികമായി സമ്മർദ്ദത്തിൽപ്പെടുത്തി പേടിപ്പിച്ച് കൊണ്ടുപോയിട്ട് അവിടെ കുറേ ആളുകൾ കാത്തു നിൽക്കുന്നു. എന്നിട്ട് ഇവരെല്ലാം കൂടി ഈ കുട്ടിയെ പീഡിപ്പിക്കുന്നു. എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ പോകുന്നു. ഇത് അത്യാവശ്യം ആ മേഖലയിലുള്ള ആളുകളെല്ലാം അറിയുന്നു. ഞാൻ ആലോചിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ വളരെ ഭീകരമാണ്, ദുഃഖിപ്പിക്കുന്ന, നമ്മൾ കേരളത്തിൽ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാതിരുന്ന ഒരു സംഗതിയാണിത്. ആ പ്രദേശത്തെ ഈ പത്തനംതിട്ട ബസ് സ്റ്റാൻഡുമായി കേന്ദ്രീകരിച്ച്, ബസ് സ്റ്റാൻഡിന് ഉള്ളിലുള്ള ആളുകൾ, തൊഴിലാളികൾ, മത്സ്യക്കച്ചവടക്കാർ, പച്ചക്കറി കച്ചവടക്കാർ, ഇത്തരത്തിലുള്ള ആളുകളിലേക്കൊക്കെ ഈ വിവരം എത്തിയിട്ട് ഈ തൊട്ടടുത്ത പ്രദേശങ്ങളിലേക്കുള്ള ആ ഭാഗത്തുള്ള ഈ ചുട്ടിപ്പാറയടക്കമുള്ള പ്രദേശങ്ങളിലെ ആളുകളെല്ലാം കൂടെ ചേർന്നുകൊണ്ട് ഇത് ഇങ്ങനൊരു വിവരം അറിയുമ്പോൾ ഇവരുടെ മനസ്സിലേക്ക് എത്തുന്നത് എന്താണെന്നറിയോ? യെസ്, ഈ ഒരു സംഭവം കിട്ടിയിട്ടുണ്ട്, ഈ കുട്ടിയെ എങ്ങനെ എനിക്ക് ഉപയോഗിക്കാം എന്ന ചിന്തയാണ് ഈ ആളുകളിലേക്ക് പോയത്.
ഞാൻ ആലോചിക്കുന്നത് നമ്മുടെ നാട്ടിലാണ് ഇത്തരം ഒരു കാര്യം നടക്കുന്നതെന്ന് വിചാരിച്ചോ, ഒരു 1-2 പേർ ചേർന്ന് ഒരു കുട്ടിയെ ഇങ്ങനെ അതെ ഉപയോഗപ്പെടുത്തിയിരുന്നെങ്കിൽ, മീൻസ് അങ്ങനെയല്ല ഞാൻ കേരളം എന്നല്ല പറഞ്ഞത്, നമ്മുടെ ഒരു നാട്ടിൽ ഞാൻ ഇപ്പം എൻ്റെ നാട്ടിലോ ഗൗതമൻ്റെ നാട്ടിലോ ആയിക്കോട്ടെ ഒരു കാര്യം നടക്കുന്നെങ്കിൽ, ഞാനോ ഗൗതമോ ആണ് ഈ വിഷയം അറിയുന്നതെങ്കിൽ, ഇങ്ങനെയൊരു സംഭവമുണ്ട്, ഇങ്ങനെ ആളുകൾ ഒരു കുട്ടിയെ യൂസ് ചെയ്യുന്നുണ്ട് എന്നറിഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെ എനിക്കും കൂടെ യൂസ് ചെയ്യാൻ പറ്റുമെന്നതാണോ നമ്മൾ ചിന്തിക്കുക? അല്ല, തിരിച്ച് നമ്മളത് കൃത്യമായി അറിയിക്കേണ്ടവരെ അറിയിക്കുകയും പോലീസിൽ അല്ലെങ്കിൽ ആ ബന്ധപ്പെട്ട അധികാരികൾക്ക് അറിയിക്കുകയല്ലേ ചെയ്യുക. പക്ഷെ ഇവിടെ ഒരു പറ്റം ആളുകൾ, ഒരു പറ്റം വിദ്യാസമ്പന്നരായ മലയാളികൾ, പ്രബുദ്ധർ, പുരോഗമന സിംഹങ്ങളൊക്കെ എന്ന് പറഞ്ഞ് അഭിമാനിക്കുന്ന നാട്ടിൽ കണ്ടവർ തീർത്ത്, അറിഞ്ഞവർ തീർത്ത് ഇതിനെ ഉപയോഗപ്പെടുത്താൻ വേണ്ടി നിന്നു. ഞങ്ങൾക്കും അവസരമാക്കാം, ഞങ്ങൾക്കും ഉപയോഗിക്കാം എന്നൊരു ചിന്തയിലേക്കാണ് ഈ ആളുകൾ എല്ലാവരും കൂടിയിട്ട് എത്തിപ്പെട്ടത്. അവരുടെ ഉള്ളില് പുരോഗമനം വന്നില്ല, പ്രബുദ്ധത വന്നില്ല, വിദ്യാഭ്യാസം വന്നില്ല, ഒന്നും വന്നില്ല. ഇത് എത്ര രാഷ്ട്രീയ പാർട്ടിക്കാരുണ്ടാവും ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? CPM-മാരുണ്ടാവും, കോൺഗ്രസ്സുകാരുണ്ടാവും, അനുഭാവികളുണ്ടാവും, എല്ലാവരും ഉണ്ടാവില്ലേ? അല്ല, എൻ്റെ ചോദ്യം എന്ന് പറയുന്നത്, ഇവിടെ ഈ പെൺകുട്ടി ദളിതാണ് കേട്ടോ, എന്നാലും നമുക്ക് ഈ പെൺകുട്ടിയെ പീഡിപ്പിച്ചേക്കാം, വേറെ ചോദ്യങ്ങളൊന്നും വരില്ല. ഈ ചിന്ത ഇവരുടെ തലയിൽ പോയിട്ടുണ്ടാകുമോ? കാരണം നമ്മളെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് 13 വയസ്സുകാരിയായ പെൺകുട്ടി ദാരുണമായ പീഡനത്തിന് ഇരയായി എന്ന് മാത്രമല്ല, 13 വയസ്സുകാരിയായ ദളിത് പെൺകുട്ടി എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. അല്ല, അത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇന്ത്യയിൽ ഈ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കെതിരെയുള്ള അതിക്രമം വളരെ ഗൗരവകരമായി കാണുന്നുണ്ട്. അത്തരത്തിൽ ഒരു ദളിത് പെൺകുട്ടിക്കോ ദളിത് ആൺകുട്ടിക്കോ ഏത് തരത്തിലുള്ള പ്രശ്നങ്ങൾ വന്നാൽ പോട്ടെ, ഒരു പട്ടികജാതിക്കാരനായ ആളെ പേര് വിളിച്ച് അവമാനിച്ചാൽ പോലും കേസാണ്, അതായത് ആക്ഷേപിച്ചാൽ പോലും കേസാണ്. ആ തരത്തിലുള്ള ഗൗരവമായി നമ്മുടെ ഭരണഘടന അവർക്ക് കൊടുക്കുന്ന പ്രാധാന്യം കൊണ്ടാണ് ഈ തരത്തിൽ ദളിത് പെൺകുട്ടി എന്ന് ഉപയോഗിക്കുന്നത്. ഇവിടെ പീഡിപ്പിച്ച ആളുകളെല്ലാം തന്നെ ഈ കുട്ടി ദളിതാണ് എന്ന് കരുതിയിട്ടൊന്നും പീഡിപ്പിച്ചതായിരിക്കില്ല, പക്ഷേ അങ്ങനെ ചെയ്തവരും ഉണ്ടായിരിക്കും. ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് ഈ പെൺകുട്ടിയുടെ അരക്ഷിതാവസ്ഥ, ആ അരക്ഷിതാവസ്ഥയെ മുതലെടുക്കുകയായിരുന്നു. തീർച്ചയായിട്ടും അല്ലെ, അരക്ഷിതാവസ്ഥയെ മുതലെടുക്കുകയായിരുന്നു. ഈ ആദ്യമായിട്ട് കുടുംബപരമായിട്ടുള്ള ചുറ്റുപാട്, സാമ്പത്തികമായിട്ടുള്ള അരക്ഷിതാവസ്ഥ, ഇതിനൊക്കെ മുതലാക്കിക്കൊണ്ട് അവർക്ക് ആ കുടുംബത്തിന് വലിയ രീതിയിലുള്ള സ്വാധീനങ്ങളില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനെയൊക്കെ കൃത്യമായിട്ട് ചൂഷണം ചെയ്യുക ഒക്കെയാണ് ഈ പ്രതികൾ മുഴുവൻ ചെയ്തിരിക്കുന്നത്. കായിക താരമാണ് ഈ വിദ്യാർത്ഥിനി. അപ്പോൾ കായിക താരമായിട്ടുള്ള ഒരു വിദ്യാർത്ഥിനിയെ അതിൻ്റെ പരിശീലനായിട്ടുള്ള വ്യക്തി, കായികാധ്യാപകൻ തന്നെയാണ് പീഡിപ്പിക്കുന്നത്. അച്ഛൻ വെള്ളമടിച്ച് ബുദ്ധിമുട്ടിൽ ഭയങ്കര പ്രയാസത്തിലൊക്കെയായി അച്ഛൻ ശ്രദ്ധിക്കാതെ നടക്കുന്ന സമയം എന്നൊക്കെ ഇതിൽ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അപ്പോൾ രക്ഷിതാക്കൾ ശ്രദ്ധിക്കാതിരിക്കുന്ന ഒരവസ്ഥ ഒരു പെൺകുട്ടിയെ എത്രത്തോളം ദുരിതങ്ങളിലേക്ക് തള്ളിവിടുന്നു എന്നതുകൂടി ഇവിടെ ഏറ്റവും വലിയ ഒരു ചോദ്യമായിട്ട് വരുന്നുണ്ട്. ഗുരു എന്ന് പറയുന്നത് അവരെ കൈ പിടിച്ച് ഉയർത്തേണ്ടിടത്ത് നിന്ന് അവളെ ശാരീരികമായി ഉപയോഗിക്കാൻ, തൻ്റെ കുഞ്ഞിൻ്റെ പ്രായമുള്ളൊരു കുട്ടിയെ ശാരീരികമായി ഉപയോഗിക്കുന്നു, അതുവഴി മറ്റുള്ളവരെ അറിയിക്കുന്നു. അങ്ങനെ ആ മേഖലയിലുള്ള ആളുകളെല്ലാം ചേർന്ന് ഒരു പെൺകുട്ടിയെ ഉപയോഗിക്കുന്നു. ഇങ്ങനെ ചെയ്തിട്ട് നേരത്തെയും ഞാൻ പറഞ്ഞതുപോലെ ഞെട്ടിപ്പോകുന്ന കാര്യമെന്ന് പറയുന്നത്, അറിയുന്നവരെല്ലാം ഇതിനെ ഉപയോഗിക്കാൻ ശ്രമിക്കുന്നു. സഹോദരങ്ങൾ, അതായത് ഒരു സഹോദരൻ ഉപയോഗിക്കുന്നു, തിരിച്ച് മറ്റൊരു സഹോദരനോട് പറയുന്നു. അങ്ങനെ പറയാൻ പറ്റുന്ന കാര്യമാണോ ഇത്? എന്നിട്ട് അവനും ഉപയോഗിക്കുന്നു. അതറിയുന്നത് അറിയാത്ത ഭാവം നടിക്കുന്നു. ഈ അടുത്ത ഞായറാഴ്ച കല്യാണം കഴിക്കാൻ പോകുന്ന ഒരു വരനുണ്ട് ഇതിൽ. കഴിഞ്ഞ നവംബറിൽ കല്യാണം കഴിഞ്ഞ ഒരു വ്യക്തിയുണ്ട് ഇതിൽ. അതുപോലെ തന്നെ വിദ്യാർത്ഥി മുതൽ ഈ സമൂഹത്തിലെ നാനാ തുറകളിൽപ്പെട്ട ആളുകൾ ഇതിലുണ്ട്. എല്ലാ മതവിഭാഗങ്ങളിൽപ്പെട്ട, ക്രിസ്ത്യാനിറ്റി ഉണ്ടോയെന്ന് എനിക്കറിയില്ല, പക്ഷേ ഹിന്ദു മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആളുകളൊക്കെ ഇതിലുണ്ട്. ഈ എല്ലാം കൊണ്ടും ഇത്രയ്ക്ക് ഭീകരമായൊരു പീഡനം, ആ കുട്ടി എന്തുകൊണ്ട് തുറന്നു പറഞ്ഞില്ല? ആ കുട്ടി ആ ഫോണിൽ അവരുടെ പേരും നമ്പറും സാധനങ്ങളെല്ലാം സൂക്ഷിച്ചു വെച്ചിരുന്നു. എന്തുകൊണ്ടാണ് സൂക്ഷിച്ചു വെച്ചത്? ഇത് സൂക്ഷിച്ചു വെച്ചത് ഒരു കാലത്ത് തനിക്ക് പ്രതികരിക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ പ്രതികരിക്കണം എന്നുള്ളത് കൊണ്ടാണ്. ആരോടാണ് ആ കുട്ടി വിളിച്ചു പറയേണ്ടത് എന്തിനാ ഇങ്ങനെ പീഡിപ്പിച്ചിട്ടുണ്ട് എന്ന്? അതിനുള്ളൊരു ബോധം ആ കുട്ടിക്ക്, മീൻസ് പെൺകുട്ടികളല്ലേ, അവർക്ക് അതിന് കഴിഞ്ഞെന്ന് വരില്ല. നിസ്സഹായതയെ എന്ത് ചെയ്തു? നിസ്സഹായതയെ ഇവരെല്ലാം വിലക്കെടുത്ത്, അല്ലെങ്കിൽ നിസ്സഹായമായ ആ ബോധത്തെ ആ ഒരു സമയത്തെ അവർ ഉപയോഗിച്ചു കളഞ്ഞു എന്നുള്ളതാണ്. ഇത്രയ്ക്ക് നരാധമന്മാരായിട്ടുള്ള ആളുകളെ ഞാൻ പറയട്ടെ, 100-500 കൊടുത്താൽ ഇവർക്ക് പോകാൻ പറ്റിയ സ്ഥലങ്ങൾ ഉണ്ടായിരുന്നില്ലേ? അതാണ് ഞാൻ പലപ്പോഴും പറയുന്നത്. ഞാൻ ഇവിടെ ചുവന്ന തെരുവുകൾ വരണം, അല്ലെങ്കിൽ ഈ ലൈംഗിക തൊഴിലാളികളെ നമ്മൾ അംഗീകരിക്കണം എന്ന് പറയുന്നതിന് ഏറ്റവും പ്രധാന കാര്യമുണ്ടല്ലോ, ഇങ്ങനത്തെ നാറികൾ ഇവിടെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ്. ഇത് യഥാർത്ഥത്തിൽ നാറിയായിരിക്കുന്നത് ആ പെൺകുട്ടിയുടെ അച്ഛൻ തന്നെയാണ്. ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. അച്ഛനും
അമ്മ ഇത് കേട്ട് ഞെട്ടിപ്പോയി എന്നാണ് പറയുന്നത്. അമ്മയ്ക്ക് നമുക്കറിയില്ല, അതൊക്കെ അന്വേഷണം വരേണ്ടതാണ്. അതെ, അച്ഛന് വല്ല രീതിയിലുമുള്ള സാമ്പത്തികപരമായിട്ടുള്ള ഗുണങ്ങള് നമുക്കറിയില്ല ലഭിച്ചിട്ടുണ്ടോ തുടങ്ങിയ അന്വേഷണങ്ങളൊക്കെ അല്ല, പറയേണ്ടതാണ്. അത്തരം കാരണം കാര്യങ്ങൾ അങ്ങനെ ഇല്ലാതെ എങ്ങനെ ഒരു 13 വയസ്സുകാരി ഈ രീതിയിൽ ഉപയോഗിക്കാൻ ഇവർക്കെല്ലാം അവസരം കിട്ടുന്നു എന്നുള്ള ഒരു ചോദ്യമാണ്. അല്ല, അത്തരത്തിലൊരു കാര്യം ഉണ്ടോ എന്ന് നമുക്കറിയില്ല. ഇത്രയും നാളായിട്ട് ഈ കുട്ടി വീട്ടുകാരോട് ഈ കാര്യം പറഞ്ഞില്ലേ? അതെ, അല്ല, അതൊക്കെ ചോദ്യങ്ങളാണ്. അതൊക്കെ പോലീസ് വീട്ടുകാരോട് പറഞ്ഞിട്ടുണ്ടെങ്കിലും വീട്ടുകാരത് പുറത്തു പറയാത്തതാണോ? അതെ, അതൊക്കെ പോലീസ് കണ്ടെത്തേണ്ട കാര്യങ്ങളാണ്. പക്ഷേ കേരളത്തിലെ ഭരണകൂടം, അതും കൂടി പറഞ്ഞ അവസാനം, അതും കൂടി പറയാതെ വയ്യ. എന്തായിരുന്നു ഇവിടെ, എന്തെടുക്കുകയായിരുന്നു കേരളത്തിലെ ഭരണകൂടം? ഇവിടുത്തെ ഇന്റലിജൻസ് സംവിധാനങ്ങൾ, ഇവിടുത്തെ പോലീസ് സംവിധാനങ്ങൾ, പത്തനംതിട്ടയിലെ ലോക്കൽ പോലീസ്, ഇവരെന്തേ ഈ സംഭവങ്ങളൊന്നും അറിഞ്ഞില്ലേ? ഇവിടെ എന്താണ് പ്രവർത്തിക്കുന്നത്? ഇത്രയും വലിയൊരു റാക്കറ്റ്, ഇതിൻ്റെ പിന്നിൽ റാക്കറ്റ് എന്ന് പറയുന്ന ഒരു നാട് തീർത്ത് ഒരു കുട്ടിയെ ഇത്തരത്തിൽ തോന്നിവാസത്തിന്, ഇത്രയും വൃത്തികേടുകൾക്ക് വേണ്ടിയിട്ട് പിഞ്ചു കുഞ്ഞിൻ്റെ പ്രായമുള്ള ഒരു കുട്ടിയെ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുകയായിരുന്നു ഇവർ? ഈ അഭിമാനിക്കുന്നുണ്ടല്ലോ ഈ നാട്, എൻ്റെ നാട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മുഖ്യമന്ത്രി ഉണ്ടല്ലോ നമുക്ക് ഇവിടെ. യൂത്ത് കോൺഗ്രസും അതുപോലെ തന്നെ DYFIയും പിന്നെ യുവമോർച്ചയും യൂത്ത് ലീഗും ഒക്കെ എന്താ ഇതുമായിട്ട് ഇറങ്ങാത്തത്? സ്വയം എന്ത് ചെയ്യണം? ഉത്തരേന്ത്യയിലെ ദളിത് പീഡനങ്ങൾ എന്നൊക്കെ പറഞ്ഞ് ഘോരഘോരം പറയുന്ന ആളുകൾ ഈ ദാരുണമായിട്ടുള്ള സംഭവം കണ്ടിട്ട് മൗനത്തിലിരിക്കുക ചെയ്യുന്നത്. നമ്മളെ ചില സ്റ്റാറ്റസുകളും സ്റ്റോറികളൊക്കെ ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ തന്നെ വാട്സാപ്പിലൊക്കെ നമ്മൾ കാണാനുണ്ട്. ഉത്തരേന്ത്യയിലൊക്കെ ഇത് പറ്റവും നല്ലത് നടന്നിട്ടുണ്ടെങ്കിൽ വലിയ രീതിയിൽ നിരന്തരം ഉത്തരേന്ത്യയിലെ പീഡനം എന്താണ് അവിടെ നടക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് കാണാം. ഇപ്പോൾ ഒരാളും മിണ്ടുന്നില്ല. ശരിയാണ്. ഒരു നാട്, ആ നാട്ടിലെ ആളുകളെല്ലാം ചേർന്നുകൊണ്ട്, എല്ലാം ചേർന്ന് ആ നാട്ടിലെ മുഴുവൻ ആളുകളൊന്നല്ല, ആ അറിഞ്ഞ ആളുകളെല്ലാം ഒരു കുട്ടിയെ ഭീകരമായി ബലാത്സംഗത്തിന് ഇരയാക്കി ജീവിച്ച ഒരു നാടിനെ പ്രബുദ്ധ കേരളം എന്ന് വിളിക്കുന്നത് എനിക്ക് യോജിക്കാൻ കഴിയില്ല. കപടതയാണ്. തീർച്ചയായും.